അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? നമ്മളിത് നല്ല പഴുത്ത നമ്മുടെ ഏത്തപ്പഴം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏത്തപ്പഴം വെച്ചിട്ട് നമ്മൾ ഒരു 4 മണി പലഹാരമാണ് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ 4 മണി പലഹാരം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ചിലപ്പോൾ ഏത്തക്കാപ്പം ആയിരിക്കുമെന്നായിരിക്കും. പക്ഷേ ഏത്തക്കാപ്പം അല്ല, ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കൊച്ചു പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത്. നല്ല പഴുത്ത ഏത്തക്ക എടുക്കാനായിട്ട് നോക്കാം. അതെ, നന്നായിട്ട് പഴുത്ത ഏത്തക്ക ഇതിനെടുക്കണം. കറുത്ത തൊലിയുള്ള നമ്മളിപ്പോ കറുത്ത തൊലിയുള്ള എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന് 2 എണ്ണത്തിന്റെ ആവശ്യമുള്ളൂ. അതെ, നമുക്ക് ഇപ്പൊ നമ്മൾ 2 എണ്ണം എടുക്കുന്നുള്ളൂ. ഇപ്പൊ 3 എണ്ണം ഇരിപ്പുണ്ട്. അപ്പൊ നമ്മൾ 2 എണ്ണം ഈ ഒരു സംഭവത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ചീനച്ചട്ടി ആക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഏത്തക്ക ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഏത്തപ്പഴം നമ്മളുണ്ടല്ലോ, അതെ ഇതുപോലെ ചെറിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനേക്കാൾ ചെറുതാക്കണമെന്നൊന്നുമില്ല, ഈ ഒരു മീഡിയം പരുവത്തിൽ നമുക്ക് അരിഞ്ഞെടുത്ത് വെച്ചാൽ മതി. എടുത്തിട്ട് മുറിച്ച് അപ്പൊ നമ്മുടെ ചീനച്ചട്ടി ചൂടായി വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് നമ്മുടെ നെയ്യ് മഴക്കാലം ആയതുകൊണ്ട് നെയ്യൊക്കെ നല്ല കട്ടി പിടിച്ചിരിക്കും. നമ്മൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ 20 രൂപയുടെ ഒരു പാക്കറ്റ്. അത്രയും നമ്മുടെ നെയ്യ് ഏകദേശം ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മുറിച്ച് വെച്ച നമ്മുടെ ഏത്തപ്പഴം ഉണ്ടല്ലോ, ഇതെടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഈ കുഞ്ഞു പിള്ളേർക്ക് ഏത്തപ്പഴം നെയ്ക്കകത്ത് മുപ്പിച്ച് സാധനം കൊടുക്കും. അതിൻ്റെ ഒരു അതിന്റെ കുറച്ചും കൂടെ മുതിർന്നവർക്കൊക്കെ കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ളൊരു സംഭവമാണ്. അടിപൊളി ടേസ്റ്റാണ്. നമ്മളിത് സ്ഥിരം ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പം നമ്മളിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് അത്ര ഉള്ളൂ. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അത് വഴന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി. നമ്മുടെ ഏത്തക്ക ഉണ്ടല്ലോ ഏകദേശം ഒന്ന് മൂത്ത് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അത്യാവശ്യം ഉടഞ്ഞു കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അതെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത സാധനം ചേർക്കണം. അപ്പൊ ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ റവയാണ്. അപ്പൊ ഇത് റോസ്റ്റ് ചെയ്ത റവയാണ്. റോസ്റ്റ് ചെയ്യാത്താണെങ്കിൽ കുഴപ്പമില്ല, കാര്യം നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ റവയും നമുക്ക് ഇതിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ തീ ഒരുപാട് കൂട്ടി വെക്കരുത്, ചിലപ്പോൾ റവയൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിന് ചീനച്ചട്ടി ആകുമ്പോഴത്തേക്കുണ്ടല്ലോ അതിന്റെ ചൂട് അതിൻ്റെ അത് നിലനിൽക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെമ്പറേച്ചർ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് നമ്മുടെ ഏത്തപ്പഴം ഉണ്ടല്ലോ ഒന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പം അതുപോലെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കാണുമ്പോഴത്തേക്ക് വിചാരിക്കും ഒരുപാട് പരിപാടികളൊക്കെയാണത്, പക്ഷേ ഇല്ല, സംഭവം സിമ്പിളാണ്. സംഭവം ഇപ്പൊ ചിലർ പറയുന്ന പിന്നെ ഏത്തക്ക അങ്ങനെ കഴിച്ചാൽ പോരുന്നത്, അത് ശരിയാണ്. അങ്ങനെ തിന്നാനാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം എന്ത് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വേവിക്കാതെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും പച്ചക്കറിയൊക്കെ. അങ്ങനൊന്നും കാര്യമില്ല. നമ്മൾ ഓരോ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി എഫോർട്ടൊക്കെ വരും. പിന്നെ എന്നാലല്ലേ നമുക്ക് അതിൻ്റെ ഒരു എന്താ ഒരു എൻജോയ്മെന്റ് ഒന്ന് കിട്ടും. അപ്പൊ ഇതൊന്ന് റെഡി ആയിക്കോട്ടെ. അപ്പൊ അതുവരെ നമുക്കൊന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. റവയും നമ്മുടെ ഏത്തപ്പഴത്തെ നന്നായിട്ട് എല്ലാം മൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് വെച്ചത് നമ്മുടെ പഞ്ചസാരയാണ്. അപ്പോൾ ഈ പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ കൽക്കണ്ടം പൊടിച്ച് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ശർക്കരയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ശർക്കര വേണം ചേർക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ നല്ല പഴുത്ത പഴമാണെങ്കിൽ കുറച്ച് ചേർക്കുക. മധുരത്തിന്റെ ഇതനുസരിച്ച് എടുക്കുന്ന പഴത്തിന്റെ മധുരം അനുസരിച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. എന്തായാലും അത്യാവശ്യം മധുരം വേണം ഉണ്ടാകുമ്പോൾ. അതെ, അപ്പൊ അതും കൂടെ ഒന്ന് മൂത്ത് പഞ്ചസാര മൂക്കണ്ട, പക്ഷെ പഞ്ചസാര ഒന്ന് ഇതിനകത്ത് എല്ലാം ഒന്ന് ലായനിയായിട്ട് എല്ലായിടത്തും പോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് അടുത്ത സാധനം അതിട്ട് ചേർക്കാനായിട്ട്. അപ്പൊ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഈ മിക്സിങ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് സംഭവം. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങയാണ്. അപ്പോൾ നല്ല വിളഞ്ഞ തേങ്ങ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും നമ്മൾ. അപ്പോൾ ഇനി ഇതും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു പകുതി മുറിയെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങയുടെ നമ്മൾ എന്തുമാത്രമാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ചൊക്കെയാണ് നമുക്ക് തേങ്ങയുടെ അളവ് അതെ. പിന്നെ ഇതിൻ്റെ നമുക്കുണ്ടല്ലോ ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ചുക്കുപൊടി പിന്നെ നമ്മുടെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇത് തേങ്ങ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ആയതിനു ശേഷം മാത്രം ഇത് ചേർത്താണ്. ഇതിപ്പോ നമ്മൾ തന്നെ പൊടിച്ചെടുത്താണ്, റെഡിമെയ്ഡ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. എല്ലായിടത്തും നല്ല പഞ്ചസാരയുടെയും തേങ്ങയുടെയും എല്ലാം ഒരു തേങ്ങ അങ്ങ് കരിഞ്ഞ് അല്ല മറ്റേ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകും. അതിന്റെ ആ ഒരു പച്ചപ്പത്ത് ജസ്റ്റ് ഒന്ന് മാറി കിട്ടും, അത്ര. അപ്പൊ ഇളക്കുമ്പോ ഉണ്ടല്ലോ ഈ ഏത്തപ്പഴം ഒന്ന് നല്ലതായിട്ട് ഉടയുന്ന രീതിയിൽ ഇളക്കി കേട്ടോ. അതെ. അപ്പൊ നമുക്കിനി ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഏലക്കായും ചുക്കിന്റെ കൂടെ പൊടി. പിന്നെ മധുരം ഒരുപാട് അങ്ങ് കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മധുരം ഒന്ന് നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടും. നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനിയിപ്പോ തീ, കാരണം നമ്മുടെ ചീനച്ചട്ടി നല്ല ചൂടാണ്, അപ്പൊ ഇതിന് തീയുടെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളത് ഓഫ് ചെയ്ത് ഇതെല്ലായിടത്തും ഒന്ന് ആക്കി നമ്മളൊന്ന് ഇതാകണം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കണം. ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവേ. മധുരം കൂടുതലാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ പൊടി ചേർക്കുന്നത്. അത് ഒരു പിഞ്ച് മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട, മതി. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പൊ ഇനി നമുക്ക് തീ വേണ്ട. അപ്പൊ ആ ഇളക്കുന്നതിന്റെ കൂടെ തന്നെ ഇത് നന്നായിട്ട് തണുത്തും കൂടെ കിട്ടണം. അപ്പൊ അത് തണുത്തിട്ട് വേണം നമുക്ക് ഇതിനെ ഇച്ചിരി പരിപാടിയുണ്ട്. മുഴുവൻ തണുക്കണ്ട കേട്ടോ, അപ്പം നമുക്കൊന്ന് തണുത്തിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ഏത്തപ്പഴത് നമ്മൾ നല്ല ഉരുട്ടി റെഡിയാക്കി നമ്മളൊരു ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ തണുത്തിട്ടുണ്ട്, അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള സാധനം. അപ്പൊ ഇനി ഇത് നമുക്കുണ്ടല്ലോ, നമുക്ക് കയ്യിൽ വേണമെങ്കിൽ ഒരു ശകലം നെയ്യ് തടയി കൊടുക്കാം. നെയ്യും തടയിലും ഒരു കുഴപ്പമില്ല. നമുക്ക് ചെറിയ ചെറിയ ബോളുകളൊന്നും ആക്കിയെടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പൊ നമ്മൾ ഒരു ശകലം നെയ്യുടെ ഒരു നിർമ്മണം മുമ്പ് നിൽക്കുന്നത് നെയ്യ് എടുക്കാൻ പറയുന്നത്. അപ്പൊ ചെറിയൊരു ബോള്, അതെ, നമ്മൾ ഈ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന ബോളില്ലേ, ആ ഒരു വലിപ്പത്തിന്റെ ആവശ്യമുള്ളൂ. നന്നായിട്ടൊന്ന് ബോളാക്കിയിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം. അത് ഈ ക്രാക്ക് വീഴാതെ ഒന്ന് റെഡിയാക്കി നല്ലതായിരിക്കും. കാരണം ബാക്കി പരിപാടി ചെയ്യുമ്പോഴേ അപ്പം ഒരുപാട് ഡ്രൈ ആയി, ഒത്തിരി തണുത്ത് കഴിയുമ്പോഴല്ലോ ഡ്രൈ ആയി പോകും. അപ്പൊ നമ്മളിത് ഉരുട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇങ്ങനെ പൊട്ടൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ എല്ലാം മുഴുവൻ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് വേണം ബാക്കി പരിപാടി. ഈ സംഭവം അങ്ങോട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല മണമാണ്, നല്ല മണമാണ്, നല്ല അടിപൊളി ടേസ്റ്റ് സാധനം. അപ്പൊ ഇതിന്റെ കുറച്ച് നുറുക്ക് വഴികളും കൂടെ ഇതിന്റെ ബാക്കിയുണ്ട്. അപ്പൊ അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് മുഴുവൻ നമുക്കൊന്ന് ഉരുട്ടി എടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അപ്പൊ ഏകദേശം നമ്മുടെ പരിപാടി ഒരു മുക്കാൽ പരിപാടി തീരാറായി. അപ്പൊ ഇത് ഉരുട്ടിയെടുക്കുന്നൊരു താമസമേ ഉള്ളൂ. അപ്പൊ അത് ഉരുട്ടിയെടുക്കട്ടെ. അപ്പൊ അതായത് നമ്മൾ മുഴുവൻ നമ്മുടെ ബോള് റെഡിയാക്കി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പുറത്ത് നമ്മുടെ നേരത്തെ ചീനച്ചട്ടി തന്നെയാണ്, നമ്മൾ അതുകൂടെ ഒന്ന് കഴുകിയെല്ലാം റെഡിയാക്കി നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ സൺഫ്ലവർ ഓയിലാണ്. അപ്പൊ ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒരുപാട് അങ്ങ് മൂത്ത് പോകാത്ത രീതിയിൽ നമുക്കൊരു മീഡിയം ഗോൾഡൻ ബ്രൗൺ ആകുന്ന ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് വറുത്ത് പോയിരിക്കണം. അപ്പൊ ഈ തീ ഉണ്ടല്ലോ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇത് ഓൾറെഡി സംഭവമൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രത്യേകിച്ച് വേകേണ്ടതോ പിടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഏത്തപ്പഴമൊക്കെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത. അപ്പൊ ഇനി അത് ഒരുപാട് മൂക്കണ്ട, ടേസ്റ്റിന് വേണ്ടി. ഇപ്പൊ ഇതുപോലെ ആണെങ്കിലും കഴിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. നമുക്ക് വേണം മറ്റേ ഉണക്കമുന്തിരിയൊക്കെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി സാധനം. അതെ, വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ അതിനേക്കാളും നല്ല ടേസ്റ്റാണ് നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിക്കോട്ടെ. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കൊന്ന് വറുത്ത് എടുക്കാൻ സംഭവം. തീ ഉണ്ടല്ലോ ഒത്തിരി കൂട്ടി വെക്കരുത്, കുറച്ച് വെക്കണേ. ഒരു മീഡിയം തീ മതി. ഒരുപാട് തീ ആയി കഴിഞ്ഞാണല്ലോ കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. അതിന്റെ പുറഭാഗം കരിഞ്ഞു പോകും, ആകം അതിന്റെ അനുസരിച്ചിട്ട് ടേസ്റ്റ് കിട്ടുന്നില്ല. ഒത്തിരി എണ്ണ ഇടണ്ട, കുറേശ്ശെ എണ്ണ ഇട്ട് നമുക്കത് വറുത്തെടുക്കാം. അപ്പൊ ഈ തിരിച്ചു മറിച്ചിടുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് പൊട്ടിപ്പോകല്ലേ. വളരെ ഹാൻഡിൽ വിത്ത് കെയർ. അതെ തന്നെ, വളരെ ഹാൻഡിൽ വിത്ത് കെയർ ആയിട്ട് സംഭവം ഒന്ന് നോക്കുക. അപ്പൊ ഇങ്ങനെ എണ്ണയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മേലോട്ടൊന്ന് കോരി ഒഴിച്ചൊക്കെ കൊടുത്തിട്ട് സംഭവം പെട്ടെന്ന് റെഡി ആക്കി കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇത് എളുപ്പം മൂത്ത് കിട്ടും സാധനം. കൂടുതൽ എണ്ണ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഇതിന്റെ അകത്ത് ഒരു ഓവർ ക്രൗഡഡ് ആകും, ഇളക്കാനും ബുദ്ധിമുട്ടാവും. നമ്മുടെ ചീനച്ചട്ടി ആയതുകൊണ്ട് അപ്പൊ എന്തായാലും ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പൊ നല്ല ഒരു മണമാണ് സംഭവം ഇത് വറുക്കുമ്പോൾ കേട്ടോ. അപ്പൊ ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയിക്കോട്ടെ. അപ്പൊ അതെ, നമ്മുടെ ഐറ്റം നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് കോരി മാറ്റി. ഇനി ഇതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇത് നല്ല പരിപാടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വറുത്ത് കോരുക. അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. വളരെ എളുപ്പം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിള്ളേർക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. നമുക്ക് 4 മണിക്കും
പിന്നെ നമ്മുടെ വീട്ടില് മറ്റേ എന്തോ ഗസ്റ്റോ ആരെങ്കിലും ഒക്കെ വരുവാണെന്നുണ്ടെങ്കിലൊക്കെ അവർക്കൊക്കെ അത് തന്നെയല്ലേ ഇപ്പൊ പിള്ളേര് സ്കൂളിലൊക്കെ പോകത്തില്ലേ, മറ്റേ ടിഫിൻ ബോക്സിന്റെ അകത്ത് കൊടുത്തു വിടാനൊക്കെ പറ്റിയ സ്നാക്സ് ഒക്കെ ആയിട്ട് കൊടുത്തു വിടാവേ. തണുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിന്റെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരുത്തൊന്നുമില്ല, അടിപൊളി സംഭവമാണ്. അപ്പൊ എന്തായാലും കൊള്ളാം. ഇത് ചെയ്തിട്ടുള്ളവർ ഇതിന്റെ അഭിപ്രായമൊക്കെ എന്ന് പറയുന്നത് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് ചെയ്തവരെന്ന് പറയുക, പിന്നെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാരും പഴം പൊരിയൊക്കെ അല്ലേ സാധാരണ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന പഴംപൊരിയല്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ പണ്ട് ചായക്കടയിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് ഇത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ ഇത് തന്നെ വേറെ രീതിയിലൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. എന്തെങ്കിലുമൊക്കെ നിർദ്ദേശം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയുക. അപ്പം എന്താ പറയുക, അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഏതായാലും അടുത്ത നല്ല അടിപൊളിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം, മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതും കൂടെ ഓണാക്കി വെക്കുക. പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.